ജമ്മുകശ്മീരിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. മരണം 41ആയി. നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന മഴയാണ് ജമ്മുവിൽ രേഖപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ജമ്മുവിൽ മാത്രമല്ല ഹിമാചലിലും പഞ്ചാബിലും മഴക്കെടുതി രൂക്ഷമാണ്. ബിയാസ് നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയുടെ ഒരു ഭാഗം ഒലിച്ചുപോയി. ഡൽഹിയിലെ യമുന നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നു. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി മനസ്സിലാക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം ഏതൊക്കെ രീതിയിൽ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, സാധാരണഗതിയിൽ ജമ്മു കശ്മീരിൽ മഴ ലഭിക്കാറുള്ളത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ്. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. മഴക്കെടുതി അതിരൂക്ഷമായിരുന്നു സംസ്ഥാനത്ത്. കാരണം ഓഗസ്റ്റ് 14-നാണ് കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനവും പിന്നീട് മിന്നൽ പ്രളയവും ഉണ്ടായത്. അതിൽ ഏതാണ്ട് 100-നടുത്ത ആളുകൾ മരിച്ചു. പല ആളുകളെയും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു ദുരിതത്തിൽ സംസ്ഥാനം നിൽക്കുമ്പോഴാണ് അവിടെ വീണ്ടും ശക്തമായ മഴ പെയ്തതും പിന്നീട് മഴക്കെടുതി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. 41 പേരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലൊക്കെ തന്നെയായി മരിച്ചത്. ഇതിൽ ഭൂരിഭാഗം പേരും വൈഷ്ണോദേവി തീർത്ഥാടകരാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് ഈ മരിച്ചവരിലേറെയും. യിൽ നിന്നുള്ളവരുണ്ട്, പഞ്ചാബിൽ നിന്നുള്ളവരുണ്ട്, ഡൽഹിയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ 41 പേരിൽ 34 പേരും വൈഷ്ണോദേവി തീർത്ഥാടകരാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കനത്ത മഴ ഇപ്പോഴും തുടരുന്നു. മാത്രവുമല്ല, 2 പ്രധാനപ്പെട്ട നദികൾ ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ്. അതിലൊന്ന് ജമ്മു നഗരത്തിലൂടെ കടന്നുപോകുന്ന താവി നദി കരകവിഞ്ഞൊഴുകുന്നു. ഒപ്പം രവി നദിയും ജലനിരപ്പ് അപകടമായ നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അടുത്ത ദിവസങ്ങളിലും ഇന്നടക്കം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഏതായാലും ഇന്നലെ പകൽ സമയത്ത് മഴ മാറി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട കാര്യം പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. റോഡുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. കൂടാതെ പാലങ്ങളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായ നിലയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതേയുള്ളൂ. ഏതായാലും നിലവിൽ സാഹചര്യം രൂക്ഷമാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ കാര്യങ്ങൾ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ ഏകോപിപ്പിച്ച് വരികയാണ്. എന്നാൽ ഇത് ജമ്മു കശ്മീരിലെ മാത്രം സാഹചര്യമല്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയും മഴക്കെടുതിയും തുടരുകയാണ്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പലയിടത്തും ദേശീയപാത ഒലിച്ചു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് ചണ്ഡീഗഡ് ദേശീയപാതയാണ്. ആ പാത പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. ഇതേ സാഹചര്യം തന്നെ പഞ്ചാബിലെ ഗുരുദാസ്പൂർ അടക്കമുള്ള ജില്ലകളിലുമുണ്ട്. അവിടെ പല നദികളും കരകവിഞ്ഞൊഴുകുന്നു. ഇതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നതും പഞ്ചാബിലും ഹരിയാനയിലും ഒപ്പം തന്നെ ജമ്മു കശ്മീരിലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡൽഹിയിലെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ യമുന നദി കരകവിഞ്ഞ് അപകട നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യമുന ഉദ്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ സാധാരണ ശക്തമായ മഴ പെയ്യുമ്പോഴൊക്കെ തന്നെ
ഡൽഹിയിൽ യമുന നദിയിലും ജലനിരപ്പ് ഉയരാറുണ്ട്. അതാണിപ്പോൾ ഡൽഹിയുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡൽഹിയിൽ അപകടകരമായ നിലയിലേക്ക് ഡൽഹിയിൽ യമുന നദിയുടെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അനുശ്രീ, ശരി. ജമ്മുകാശ്മീരിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. മരണം 41ആയി. നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന മഴയാണ് ജമ്മുവിൽ രേഖപ്പെടുത്തിയത്. IR രാഗേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു